ഹരി ഓം. ഞാനിതൊരു ചെറിയ ഒരു കുറിപ്പാണ്. എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മളുടെ തന്നെ ഗ്രൂപ്പിലുള്ള രാജി ഒരു സംശയം എന്നോട് ചോദിച്ചു. സംശയമല്ല, അതിനെക്കുറിച്ചൊരു അഭിപ്രായം ചേച്ചിയുടെ എന്താണ്, അതൊന്ന് പറയാമോ എന്ന്. വേറെ കാര്യമൊന്നുമല്ല, നമ്മൾ ഈശ്വരനെ വിചാരിക്കണം, ഈശ്വര ഭജനം നടത്തണം, നിത്യവും സത്യവും എന്നും നിലനിൽക്കുന്നതും മാറ്റമില്ലാത്തതുമായ ഒന്ന്, അതാണ് സച്ചിദാനന്ദമായ ഒന്നിനെ ആശ്രയിക്കണം. എന്തിനു വേണ്ടി? ആനന്ദം ഉണ്ടാകാൻ. ആനന്ദം എന്ന് പറഞ്ഞാൽ എപ്പോഴും സദാസമയം സന്തോഷം ആയിട്ടും വളരെ പ്രക്ഷുബ്ധമൊന്നുമില്ലാത്ത, കലങ്ങിയതല്ലാത്ത മനസ്സോടും വളരെ ശാന്തമായ മനസ്സോടും അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമാധാനത്തോടുമുള്ള ഒരു ഇരിപ്പ്, ഒരു ജീവിതം. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അങ്ങനെ ആ ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതിനകത്ത് എല്ലാവരുടെയും ഉത്തരം അവസാനം എന്താണ്? ഭഗവാനെ പ്രാപിക്കുക, ഈശ്വരനെ സേവിക്കുക, ഇതാണ് എന്നാ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ആ ഈശ്വര സേവയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത് നാമജപത്തിനാണ്. അത് ചെയ്യുക എന്നാണ് ആചാര്യന്മാരുമെല്ലാം അവസാനം പറഞ്ഞു വെക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സകലമാന ഗ്രന്ഥങ്ങളും പഠിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് നമ്മളതിന് വേണ്ടിയിട്ട് ക്ലേശിക്കുന്നുണ്ടല്ലേ ഇത് പഠിക്കാൻ വേണ്ടി. അത് പ്രത്യേകിച്ച് പഠിച്ചുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, കുറേയൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ബാഹ്യമായ വ്യാവഹാരിക ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്കുണ്ടാകാനുള്ള ഉയർച്ചയ്ക്ക് ഉള്ള കാരണമാകും, ഒരു വഴി വയ്ക്കും ആ ഒരു പഠനം. അത് ശരിയാണ്. അല്ലാതെ തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ ആ സച്ചിദാനന്ദ സ്വരൂപത്തിൽ ലയിക്കാനുള്ള, മോക്ഷം പ്രാപിക്കാനുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് സമാധാനമുണ്ടാകാനുള്ള ഒരു കാരണമാകുമോ ഈ പഠനം? അതൊരു വിഷയമല്ലേ. അങ്ങനെ ഉണ്ടാകുമോ? പിന്നെ അത് നമ്മളൊരു 60-70 വയസ്സ് കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ പോരെ ഈ മോക്ഷപ്രാപ്തിക്ക് എന്നാണ് ചോദ്യം. ഈ പറഞ്ഞ കാര്യങ്ങൾ രാജി എന്നോട് ചോദിച്ചത്, ഈശ്വര ഭജനം അങ്ങനത്തേലോട്ട് തിരിയുന്നത് 70 വയസ്സ്, 60 വയസ്സോ 70 വയസ്സോ ഒക്കെ കഴിഞ്ഞിട്ട് പോരെ എന്നാണ് ആ ചോദ്യം. എനിക്കത് വളരെ കൗതുകകരമായിട്ടാണ് തോന്നിയത് ആദ്യം. അത് കഴിഞ്ഞ് ചിന്തിച്ചപ്പോൾ അത് ഗൗരവമായിട്ട് തോന്നി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ഒരു ഉദാഹരണങ്ങൾ പറയണമെന്ന കാര്യം വന്നപ്പോൾ ആദ്യം എനിക്ക് തോന്നിയത്, നമ്മളെല്ലാം മക്കളെ വളർത്തുന്നുണ്ടല്ലേ. നമ്മുടെയൊക്കെ മക്കൾക്ക് എത്ര വയസ്സായി? 40, 45, 30 ആ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ 25-ന് മുകളിലുള്ള പ്രായമുള്ള മക്കളാണ് നമ്മുടെ ഗ്രൂപ്പിലെ ഭൂരിഭാഗം പേർക്കും. പിന്നെ 1-2 പേർക്കൊക്കെ കൊച്ചുകുട്ടികളുള്ളവരൊക്കെ വന്ന് പിന്നീട് ചേർന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവർക്കും തന്നെ അഡൽട്ട്ഹുഡായ മക്കളാണ് ഉള്ളത്. അതിങ്ങനെ 70 വയസ്സ് കഴിഞ്ഞാൽ ഉടനെ ഒരാളിങ്ങനെ പൊങ്ങി വരുമോ? ഞാൻ നിങ്ങളുടെ മകളാണ് എന്ന് പറഞ്ഞ് 60 വയസ്സ് കഴിയുമ്പോൾ ഇങ്ങനെയായി ഒരു കുട്ടി ഇങ്ങനെ ഉണ്ടായിരിക്കുമോ നമ്മുടെ അടുത്ത്, നമ്മുടേതായിട്ട്? അപ്പം നമ്മളത് എപ്പോൾ തുടങ്ങി? നമ്മുടെ വിവാഹശേഷം തന്നെ നമുക്കൊരു കുട്ടി ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം തന്നെ ഉണ്ടല്ലോ എല്ലാവർക്കും. നമ്മളുടെ ഏത് കഥകളെടുത്ത് വായിച്ചാലും അതിനകത്ത് ആദ്യമേ പറയുന്നത്, എന്തെങ്കിലും കഥകളിനകത്ത് അങ്ങനെ ഒരു കാര്യമില്ലാത്ത ഒരു കഥയും നമ്മുടെ പുരാണങ്ങളിലില്ല അല്ലേ. വിവാഹശേഷം വർഷങ്ങളായിട്ട് പുത്രന്മാരില്ലാതെ അപത്യ ദുഃഖത്താൽ ഒരു ആശ്രയം തേടി അങ്ങനെ ശ്രീരാമൻ്റെ ജനനം മുതൽ പുത്രകാമേഷ്ടി കർമ്മം നടത്തിയാണ് ഉണ്ടായതെന്ന് പറയുന്നു. അങ്ങനെ നിരവധി കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയും പുരാണങ്ങളിൽ. കുട്ടികൾ ഉണ്ടാകാത്ത എന്നുള്ള ഒരു കഥ പറയുന്നത് ഇല്ലേ. എല്ലാത്തിനകത്തും വളരെ കാലങ്ങളായിട്ടും അവർക്ക് പുത്രന്മാരില്ല. എന്തിന്? നമ്മുടെ യശോദയുടെ നന്ദഗോപരുടെയും കാര്യം കൊണ്ടറിയാം. വളരെ കാലങ്ങൾക്ക് ആയിട്ടും അവൾക്ക് മക്കളില്ല. അതൊരു ദുഃഖമായിട്ട് പറയുന്നതും കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അതെന്താ? നമുക്ക് 60 വയസ്സ് കഴിഞ്ഞ ശേഷം മതിയല്ലോ. അപ്പോൾ അന്ന് ആലോചിച്ചാൽ പോരെ? അതുപോരല്ലേ. അപ്പോൾ അത് ശരിയാകത്തില്ല. എന്താ? അതങ്ങനെ ആ സമയമാകുമ്പോൾ നമ്മളുടെ ശരീരം അതിന് പാകപ്പെട്ടതല്ല ഒന്ന്. പിന്നെ അന്ന് കുട്ടി ഉണ്ടായി നമുക്ക് വളർത്താനും ബുദ്ധിമുട്ട്, വയസ്സായില്ലേ. ഇത് തന്നെ. എനിക്ക് വേറെ ഒരു ഉദാഹരണവും തോന്നിയില്ല. ഞാനത് കേട്ടപ്പോൾ ആദ്യം തോന്നിയത് കേട്ടോ. പിന്നെ അതുകൊണ്ട് ഈ ഒരു ചോദ്യത്തിനൊരു ഉത്തരമാണ് ഇതിപ്പോൾ. ഉദാഹരണമൊക്കെ പറഞ്ഞ് നിർത്തി ഞാൻ.
അത് ആ വിഷയം വിട്ടു. നിങ്ങൾക്ക് മനസ്സിലാകാൻ പറഞ്ഞതേ ഉള്ളൂ. ആർക്ക് കേട്ടാലും ഒരു കൗതുകകരമായ ഒരു വിഷയമായി പോയി എന്നേ ഉള്ളൂ. നമ്മൾ ഈശ്വര ഭജനം നമ്മൾ ജനിക്കുമ്പോഴേ തുടങ്ങിയിരിക്കുന്നു. കാരണം നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ആദ്യമായിട്ട് ജാതകർമ്മം ചെയ്യുമ്പോൾ മുതൽ ഒരു വിളക്കിൻ്റെ മുമ്പിൽ അഗ്നി സാക്ഷിയായിട്ടാണ് നമ്മളെ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളെ വിരലിൽ 2.5 വയസ്സ് 3 വയസ്സിനിടയ്ക്ക് നമ്മളെ അരിയിൽ വിരൽ കൊണ്ട് ഒരു ഗുരുനാഥൻ ആദ്യ അക്ഷരം എഴുതിക്കുന്നു. അതിനകത്ത് എന്താ എഴുതുന്നത്? ഈശ്വരൻ്റെ നാമം എഴുതുന്നത് അല്ലേ? ഓം നമോ ഓം ഗണപതയെ ഓം ശ്രീ ഗണപതയെ അവിഘ്നമസ്തു സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർ ഭവതു മേ സദാ സദാന്ന് ഉള്ളൊരു വാക്കുകൂടെ ഇതിനകത്തുണ്ട്. അപ്പോൾ എപ്പോഴാണ്? നേരത്തെ തുടങ്ങണം. അപ്പോൾ 2.5 വയസ്സിൽ തുടങ്ങി ആ പരിപാടി. പിന്നെ ഭഗവത്ഗീത എന്നുള്ള ഗ്രന്ഥത്തിനകത്ത് പറയുന്നുണ്ട്, അധ്യാത്മവിദ്യാനാംന്ന്. വിദ്യകളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമുള്ളത് അധ്യാത്മവിദ്യയ്ക്കാണ്. എന്തുകൊണ്ടാണത്? കാരണം ഈ ഒരു കാര്യം അറിയാതെ നമ്മൾ ഏതൊക്കെ വിദ്യാഭ്യാസം ചെയ്തിട്ടും അത് നിഷ്പ്രയോജനമായി പോകും. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ആ വേറൊരു ഫീൽഡിൽ നമ്മളായിക്കോട്ടെ, നമ്മളുടെ ജോലിയോ നമ്മളുടെ അഭിരുചിയോ ഒക്കെ വേറൊരു വിഷയത്തിലാണെങ്കിൽ നമ്മളതിനകത്ത് ലീനമായി നല്ല പ്രഗത്ഭനായിട്ട് തീരുന്നുണ്ടായിരിക്കും. അതിന് ഒരു ഗുരുത്വം എന്ന് നമ്മൾ പറയുന്നു മലയാള ഭാഷയിൽ ഗുരുത്വം. 3 അക്ഷരം വേണമെന്ന്. എന്ന് വെച്ചാൽ ആ ഗുരുവിൻ്റെ ഒരു കടാക്ഷം വേണം. അതാണ് ആദിഗുരു ഭഗവാന്റെ ഒരു കടാക്ഷം വേണം എന്തിനും. അല്ലെങ്കിൽ അത് ശരിയാകില്ല, അത് ശരിയാകണമെന്നില്ല എന്ന് പറയാറുണ്ട്. അതിനെ നിരോധിക്കുന്നവരുണ്ട്, അത് അല്ലെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അതത്ര മാനസികമായിട്ട് ഇപ്പോൾ ഈ കാര്യത്തിന് അധ്യാത്മ ചിന്ത എന്ന് പറയുന്നത് നമ്മൾ ഈശ്വരനെ മറ്റൊന്നായി കണ്ടു, കൃഷ്ണനായി കണ്ടു, ദേവിയായി കണ്ടു, സരസ്വതിയായി കണ്ടു, ഗണപതിയായി കണ്ടു. അങ്ങനെയൊക്കെ ആയിരിക്കാം നമ്മുടെ ഓരോ സാധാരണ ആളിൻ്റെ ഈശ്വര വിശ്വാസം. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ആളിനും ഒരു വിശ്വാസമുണ്ട് എന്തോ എന്ന് വെച്ചാൽ അയാളുടെ ആ മനസാക്ഷിയെയാണ് അയാൾ വിശ്വസിക്കുന്നത്. ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് അത് ഒരു ഉറപ്പോടു കൂടി വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളിന് ഈശ്വര വിശ്വാസം വേണ്ട. എന്താ? മനസ്സിൽ ഞാൻ എൻ്റെ കർമ്മങ്ങൾ നന്നായിട്ട് എൻ്റെ കർമ്മം ധർമ്മമായ രീതിയിൽ ധാർമ്മികമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊരിക്കലും പ്രത്യേകിച്ച് പൂജ ചെയ്തില്ലെങ്കിലും ഭഗവാനെ വന്ദിച്ചില്ലെങ്കിലും ഒന്നും ഇല്ല. എന്താ? അയാൾ മനസ്സിലാക്കിയിരിക്കുന്നത് സത്യമായ കാര്യം, നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കാര്യം അയാൾ നേരത്തെ മനസ്സിലാക്കി ആൾ അല്ലേ? അത്രയേ ഉള്ളൂ. എന്താണ്? മനസാക്ഷി. മനസ്സിലാണല്ലോ, മനസ്സാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ആരായിരിക്കുന്നത്? ഭഗവാൻ ചൈതന്യമായിട്ടിരിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ആ ആൾ അറിയാതെ തന്നെ അയാളുടെ ധാർമ്മികത ഉണരുന്നവിടെ. എൻ്റെ ധർമ്മം എന്താണ്? ഞാൻ ഏറ്റെടുത്ത കർമ്മം ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ തന്നെ ഈശ്വരൻ വന്നു. നമ്മൾ നേടാൻ ശ്രമിക്കുന്നതാണ് എന്താ? എല്ലാം ഭഗവാനാണ്, എല്ലാം ഈശ്വരനാണ്, ഈ കാണുന്ന പ്രപഞ്ചത്തിലുള്ള ചരാചരങ്ങളും ഈശ്വരനാണ് എന്നാണ് നമ്മൾ പഠിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പാഠപുസ്തകങ്ങൾ വഴി. ആ അറിവ്, ആ ജ്ഞാനം ഈ പ്രസ്തുത വ്യക്തിക്കുണ്ട്. അപ്പം വേറൊന്നും ഇല്ല. കാരണം എന്താ? നമ്മൾ തന്നെയാണ് ഈശ്വരൻ, നമ്മുടെ ചൈതന്യമാണ് ഈശ്വരൻ. നമ്മളുടെ ഉള്ളിൽ ആ ചൈതന്യമായിട്ട് നിലകൊള്ളുന്നത് ഈശ്വരനാണ് എന്ന പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടും അറിയാവുന്ന ഒരാൾ ഈ പൂജ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. കാരണം നമ്മൾ ചിലപ്പോൾ മഹാദേവൻ്റെ ക്ഷേത്രം കാണുമ്പോൾ തൊഴും, അവിടെ ഒന്ന് പോകണമെന്ന് തോന്നും, അവിടെ പോകും. എന്തിനാ? അപ്പം നമ്മുടെ വിശ്വാസം ഉറച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് വിശ്വാസം ഉറയ്ക്കാത്തിടത്തോളം കാലം നമ്മൾ ഈ വഴി, ഇപ്പം നമ്മൾ പിന്തുടരുന്ന വഴി തന്നെ തുടരണം. കൃത്യമായ സമയത്ത് വിളക്ക് തെളിക്കുക, അഗ്നിയെ ആദ്യത്തെ രൂപമുള്ള വസ്തുവായി നമ്മൾ ഭൂമി ഉണ്ടായി പിന്നെ രൂപമുള്ള വസ്തു അഗ്നിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അഗ്നിയെ ഏറ്റവും വളരെ പ്രാധാന്യം കൽപ്പിച്ച് ഭജിക്കുന്നത്. അത് വിളക്ക് കൊളുത്തുക, നാമം ജപിക്കുക അല്ലേ? നാമജപം കൊണ്ട് നമ്മളുടെ എന്താ പറയുന്നവർ? നാമജപം കൊണ്ട് നമ്മളുടെ മനസ്സിലെ കളങ്കവും പാപങ്ങളും ഒക്കെ ഇല്ലാതാകും എന്ന് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുക. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് തന്നെ ചെയ്യുക. അപ്പോൾ കുറേ ആകുമ്പോൾ നമ്മൾ നാവ് കൊണ്ട് ചൊല്ലുന്നതും മനസ്സിൽ ഓർക്കുമല്ലോ. അങ്ങനെയുള്ള മനസ്സും അഴുക്ക് വാക്കുകൾ പറയാനും അഴുക്ക് ചിന്തകൾ ഉണ്ടാകാനും ഇടമില്ലാത്ത സ്ഥലമായി തീരും കുറേ കാലക്രമേണ. അപ്പം നമ്മൾ ശരിക്കും ഈ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കും. പിന്നീട് ചിലപ്പോൾ നാമജപങ്ങൾ വേണ്ട. അപ്പോഴും നമ്മുടെ മനസ്സിൽ അന്ത്യകാലേ നാരായണ സ്മൃതി, അന്തകാലേ നാരായണ സ്മൃതി, അതിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയും.
അപ്പോൾ നമ്മുടെ മനസ്സിലുറച്ചു. അപ്പോൾ പിന്നെ എന്നാ ഈ 60 വയസ്സിന് ശേഷം ഇതൊന്നും പഠിക്കണ്ട, അറിയാം, സംഭവമെല്ലാം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതാണോ നല്ലത്? അപ്പം നേരത്തെ തുടങ്ങുന്നതാണോ നല്ലത്? അവസാനം 60-ാമത്തെ വയസ്സിൽ ഇതെല്ലാം ഈ കാര്യങ്ങൾ പോലും ബോധമില്ലാതെ നടന്ന ആളാണ്. നമ്മൾ നടക്കുന്നത് മറ്റേ മുമ്പേ പറഞ്ഞ ആളിനെ പോലെ എല്ലാം ആ മനസാക്ഷിയോടുകൂടി ചെയ്യുന്ന ആളല്ല ഈ നടക്കുന്ന ആൾ ഒരുപാട് പ്രവൃത്തികൾ, ദുഷ്പ്രവൃത്തികളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലായിരിക്കും നമ്മളുടെ യൗവനത്തിലെ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലോട്ട് കാല് ഒന്നുമ്പോഴത്തേക്ക് ഉള്ള രീതികൾ നമ്മുടേത് അങ്ങനെയായിരിക്കാം. ആ സമയത്ത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു, അന്ന് ചിന്തിച്ചതിൻ്റെ വിപരീതമായിട്ട് ചിന്തിച്ച് വന്നതിന് വിപരീതമായിട്ട് ഈ 60 വയസ്സാകുമ്പോൾ ചിന്തിക്കാൻ പറ്റുമോ? 60 വയസ്സാകുമ്പോൾ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുമോ നമ്മുടെ വേറൊരു സ്വഭാവം? ഇല്ല. അപ്പോൾ അത് നേരത്തെ ഒരു അച്ചിലായി, അതാ മോൾഡ് ചെയ്താണ് ഞാൻ പറഞ്ഞത്, ഒരു അച്ചുകൂടത്തിലായി നമ്മൾ എങ്ങനെയാണ്, നമ്മൾ ആരാണ്, നമ്മുടെ വ്യക്തിത്വം അവിടെ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു. പിന്നെ അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ നമുക്കത് പെട്ടെന്ന് ഒരു ദിവസം പുസ്തകം എടുത്തു വെച്ച് നാരായണ ഇത് എൻ്റെ വിശ്വാസം, അപ്പോഴൊക്കെ നമുക്ക് സംശയങ്ങൾ ഉണ്ടായി തുടങ്ങുക. ആ സംശയങ്ങൾ തീരുന്നതോ? ഒരിക്കലും തീരത്തുമില്ല. അപ്പോൾ അതിന് മുമ്പേ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞാൽ ഞാൻ വളരെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജനിച്ചപ്പോഴേ ഉണ്ടായി കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് എനിക്ക് അതിനുള്ളൊരു ഭാഗ്യമുണ്ടായി. അന്ന് തൊട്ടേ 1-ാം ക്ലാസ്സിൽ ഞാൻ 5 വയസ്സുള്ളപ്പോൾ തൊട്ട് ആധ്യാത്മിക വിദ്യയ്ക്ക് വിധേയയായിരുന്നു. കാരണം അത് പോയിക്കൊണ്ടിരുന്നത് കൊണ്ട് അത് എങ്ങനെയോ വന്ന് പെട്ടു. അത് എല്ലാവരിലും വരണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ആരെങ്കിലും ഇതുപോലെ പറയുന്ന മണ്ടൻ ആശയങ്ങളോട് നിങ്ങൾ പ്രതികരിക്കണം കേട്ടോ. അത് കൊച്ചിലേ തൊട്ടേ നമ്മൾ ശീലിക്കണം. അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നത് എപ്പോഴാണോ അപ്പോൾ തുടങ്ങിക്കൊള്ളുക. അത് ചിലർക്ക് നിർഭാഗ്യവാന്മാരായിട്ടുള്ളവർ 70 വയസ്സിൽ തുടങ്ങാൻ ആലോചിച്ചിരിക്കുന്നവർ 70 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നോ എന്നുറപ്പില്ല. ആ ആൾക്കാരങ്ങനെ പറയുന്നതിൽ എന്താണ് അർത്ഥം? അതൊക്കെ ചെറുപ്പത്തിലേ തുടങ്ങണം. അറ്റ്ലീസ്റ്റ് ഒരു യൗവനത്തിൻ്റെ ആദ്യ ഭാഗം കഴിയുമ്പോൾ തൊട്ട്, ഒരു 40 വയസ്സ് കഴിയുമ്പോൾ തൊട്ടെങ്കിലും തുടങ്ങിയാൽ നമുക്ക് 60 വയസ്സാകുമ്പോഴത്തേനും ഈ തരത്തിലുള്ള വിദ്യകൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അത് നമ്മുടെ മതം എന്താണെന്നും ഒക്കെ മതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിന്ദു എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മുടെ ആഗ്രഹം, നമ്മളുടെ രീതി, നമ്മളെങ്ങനെയാണ് ആ ഒരു ഇതിനെ കൊണ്ടുപോകേണ്ടത്, വാർദ്ധക്യത്തെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നൊക്കെയുള്ളൊരു രൂപരേഖ നമുക്ക് തയ്യാറായി കിട്ടും. അല്ലെങ്കിലോ വെറുതെ വ്യർത്ഥമായിട്ട് പോകും ആ സമയങ്ങൾ. വീട്ടിൽ ഇങ്ങനെ ഇവരുടെയും കുറ്റം കണ്ടുപിടിച്ചിരുന്ന് പിള്ളേരുടെയോ മക്കളുടെയോ കൊച്ചുമക്കളുടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം പറഞ്ഞ് വീട്ടിൽ തമ്മിൽ കലഹിപ്പിച്ച് ഇങ്ങനെ കഴിയാം. അത്രയല്ലാതെ ഒന്നും സംഭവിക്കാൻ പോണില്ല. പിന്നെ 70 വയസ്സ് കഴിഞ്ഞ് നാരായണനാമം ജപിച്ചാൽ പോരെയെന്ന് ചോദിക്കും. അതൊരു ഉദാഹരണത്തോടു കൂടി പറയാം. അജാമിളൻ്റെ കഥ എല്ലാവർക്കും അറിയാം ഇല്ലേ? അജാമിള മോക്ഷം കഥ. അത് വയസ്സായവരൊക്കെ മരണശയ്യയിൽ കിടക്കുന്നവരെ കേൾപ്പിക്കാൻ വായിക്കുന്നത് കേൾക്കാം. അതുമൊക്കെ ഒരു തരം ഒരു അനാവശ്യ കാര്യമാണെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷേ അത്രയെങ്കിലും ചെയ്താൽ വായിക്കുന്നവർക്ക് പുണ്യം കിട്ടും. കേൾക്കുന്നയാളിന് ഇതെല്ലാം മനസ്സിലാകുന്നുണ്ടോയെന്ന് അറിയത്തില്ലല്ലോ. ഈ 70 വയസ്സ് വരെ നോക്കിയിരുന്നല്ലേ ഇത് പഠിക്കാൻ. അപ്പോൾ പഠിക്കാത്തവർക്കിത് വായിച്ചാലും അത്രയ്ക്കൊന്നും, പ്രത്യേകിച്ച് മരണശയ്യയിൽ എന്ന് പറയുമ്പോൾ അത്ര വലിയ ഇതില്ല. അപ്പോൾ പക്ഷേ അവിടെ കൂടെ കേട്ട് നിൽക്കുന്നവർക്ക് മനസ്സിലാക്കാം, അതേ ഉള്ളൂ. എന്നാലും അതിനകത്ത് എന്താ പറയുന്നത്? അജാമിളൻ മരിക്കാൻ നേരത്ത് അയാൾക്ക് ഭാര്യയും നല്ല സത്കർമ്മം ചെയ്ത ഒരു പാരമ്പര്യവും ഒക്കെ ഉണ്ടായിരുന്നു. ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ട് അയാൾ കഴിഞ്ഞിരുന്നാലും നേരത്തെ അയാൾ ഒരു ദിവസം കാട്ടിൽ വിറക് ശേഖരിക്കാൻ അങ്ങോട്ട് പോകുമ്പോൾ ഒരു വേശ്യാ സ്ത്രീയെ കാണുന്നതും ആ വേശ്യയെ ആയിട്ട് പിന്നെ ബാക്കിയുള്ള ജീവിതം കഴിക്കുകയും അവരിൽ അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടാവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അവരെ പോറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ദുഷ്കർമ്മങ്ങൾ, വഞ്ചന അതിയായിട്ടുള്ളത്, കള്ളത്തരങ്ങൾ, പിടിച്ചുപറിക്കൽ, ഇതെല്ലാം നടത്തിയാണ് അദ്ദേഹം ആ കുടുംബം ഭരിച്ചിരുന്ന ഗൃഹസ്ഥനായിട്ട് അദ്ദേഹം ആ ഒരു സ്ത്രീയുമായിട്ട് ചേർന്ന് ഒരുപാട് ദുർവൃത്തികൾ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം അവസാനം അദ്ദേഹത്തിന് ആശ്രമത്തിലെ, കാരണം ഒരു പൂർവ്വാശ്രമം പോലെ ഉണ്ടായിരുന്നല്ലോ. തൻ്റെ ആദ്യത്തെ ഭാര്യയും കുട്ടികളും അദ്ദേഹത്തിൻ്റെ ചെറുതിലേ അതൊരു പ്രധാന കാര്യമാണ് കേട്ടോ ഈ വിഷയത്തിൽ. അദ്ദേഹത്തിന് ചെറുതിലേ ഉണ്ടായിരുന്ന ആ സംസ്കാരം, ഒരു ബ്രാഹ്മണനായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം അതെല്ലാം പഠിച്ച് എല്ലാം ഇരുന്ന ആളാണ്. സന്ദർഭികവശാൽ തൻ്റെ യോഗം അങ്ങനെ ആയിരുന്നത് കൊണ്ട് ആ വേശ്യാസ്ത്രീയുമായിട്ട്
ബന്ധമുണ്ടായി. അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ദുർവൃത്തരുമായിട്ട് ദുരാചാരങ്ങൾ ചെയ്യുന്നവരുമായിട്ട് നമുക്ക് സംഘമുണ്ടായാൽ, അതുകൊണ്ട് നമ്മൾ ശിഷ്ടരായുള്ളവർ തോഴരായിടണം എന്നൊരു നമ്മളൊരു പാട്ടിനകത്തും കീർത്തനങ്ങളിലും ഒക്കെ നമ്മളെപ്പോഴും പറയുന്നതാണ്, നമുക്ക് സത്സംഗം ഉണ്ടാകണമെന്ന്. ആ സത്സംഗം കൊച്ചിലേ ഉണ്ടായെങ്കിൽ, ചെറുതിലേ ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ ഒരു ശകലം ഭാഗം അവിടെ അവശേഷിക്കും. ഇല്ല, എന്ത് കാര്യവും അതെ. നമുക്ക് നമ്മൾ നേരത്തെ കാലത്തെ അറിഞ്ഞിരുന്ന ചില കാര്യങ്ങൾ നമുക്കൊരിക്കലും മനുഷ്യന് മാറ്റാൻ പറ്റാത്ത വരും. അങ്ങനെ ഒരു ഇതില്ലേ, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം എന്ന് അങ്ങനെ പറയാറുണ്ട്. അപ്പം നമുക്ക് ചെറുപ്പത്തിലേ കിട്ടിയത് കുറച്ചൊക്കെ ആ വാസന അവിടെ കിടക്കും. അദ്ദേഹം അതുകൊണ്ട് തനിക്ക് ഏറ്റവും ഇളയ പുത്രനുണ്ടായപ്പോൾ ആ പുത്രന് നാരായണ എന്ന പേരിട്ടു, നാമകരണം ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിയോട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക വാത്സല്യവും ഉണ്ടായിരുന്നു. അത് പിന്നെ ഇളയ കുട്ടികളോട് എല്ലാവർക്കും അന്നത്തെ കാലത്ത് ഇങ്ങനെ ഇപ്പോഴത്തേതല്ല ഞാൻ പറയുന്നത് കേട്ടോ, 5, 8, 9, 10, 12 ഒക്കെ മക്കളുള്ള വീടുകളിൽ ഇളയ കുട്ടികളോടൊരു പ്രത്യേക വാത്സല്യമുണ്ട്. നമ്മളുടെ പ്രായം കൂടി വന്നപ്പോൾ ഉണ്ടായതായതുകൊണ്ട് നമ്മളുടെ മാനസികാവസ്ഥയും നമുക്ക് അന്നത്തെ യൗവനത്തിലുണ്ടായ ആ ദേഷ്യം രോഷമൊക്കെ പോകും. കുറേ കൂടെ വാത്സല്യം ആ കുട്ടിയോട് സ്വാഭാവികമായിട്ടും നമ്മളുടെ പ്രവൃത്തി കൊണ്ട് നമ്മളുടെ രീതി കൊണ്ട് നമ്മുടെ പ്രായം കൊണ്ട് നമുക്ക് വന്ന പക്വത കൊണ്ട് നമ്മളുടെ ദേഷ്യങ്ങളൊക്കെ പോകും. കുറച്ചുകൂടെ വാത്സല്യ നിധിയാകും. വാത്സല്യത്തിൻ്റെ ഉറവിടമായിട്ട് നമ്മളിങ്ങനെ നിലകൊള്ളും. ആ ഇളയ കുട്ടിക്കത് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുകയും ചെയ്യും, പരിഗണനകൾ കിട്ടും. അങ്ങനെ ആ കുട്ടിയുമായിട്ടായിരിക്കും കൂടുതൽ നേരം. പക്ഷേ മൂത്തവരൊക്കെ നമ്മളോളം വളർന്നു കാണും. അപ്പോൾ അവരുടെ ചിന്താഗതി മാറിയത് കൊണ്ട് കാലക്രമത്തിൽ അവർ വേറെ അവരുടെ ഉപജീവനം തേടി പോവുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഈ 9ാമത്തെ കുട്ടിയെന്ന് പറയുമ്പോൾ തീരെ ചെറുതായിരിക്കും, നമ്മൾ വൃദ്ധരുമായിരിക്കും. അങ്ങനെ ആ കുട്ടി ആയിട്ടുള്ള അടുപ്പം അജാമളന് ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം വാർദ്ധക്യമായി കിടപ്പിലായി. പരിചരണങ്ങളൊക്കെ ഭാര്യയും മക്കളുമൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കിടന്നപ്പോൾ വരുന്നു, നമ്മുടെ സമയമടുത്തു. ധർമ്മദേവൻ വരുന്നു. ധർമ്മദേവൻ്റെ ദൂതന്മാർ വരും. ആ ദൂതന്മാരുടെ വേഷം ധർമ്മദേവൻ്റെ വേഷം പോലെ തന്നെയാണ്, പോത്തും കയറും ഒക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മളെ ഭയപ്പെടുത്തുന്ന രൂപമാണ്. അതുകൊണ്ടാണ് അന്തേ നാരായണ സ്മൃതി എന്ന് പറയുന്നത്. നാരായണനെ സ്മരിക്കാനുള്ള ആ ഒരു ഭാഗ്യം നമുക്ക് അവസാന കാലത്ത്, അവസാന സമയത്ത് ദേഹം വിട്ടു പോകുമ്പോൾ ആ ഒരു സ്മരണ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിലോ ആ സ്മരണ ഉണ്ടാകുന്നിടത്ത് നമ്മൾ ജനിക്കുമെന്ന, ആരെയോർത്ത് മരിക്കുന്നുവോ അവിടെ നമ്മൾ ജനിക്കുമെന്ന, ആ ആളായിട്ട് ജനിക്കുമെന്ന. അപ്പം നാരായണനെ ഓർത്ത് മരിക്കുകയാണെങ്കിൽ നാരായണനായിട്ട് നമ്മൾ തീരും, അതായത് ഭഗവാനായിട്ട് തീരും. എന്ന് വെച്ചാൽ മോക്ഷം സിദ്ധിക്കും, ഉറപ്പാണ് എന്നാണ് പുരാണങ്ങളൊക്കെ പറഞ്ഞു വയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങൾ മുഴുവൻ നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് ചെയ്യുന്നത്. എന്നിട്ടാണ് പിന്നെ സംശയം, 60 കഴിഞ്ഞിട്ടും 70 കഴിഞ്ഞിട്ടും പോരേന്ന്. അജാമിളൻ എങ്ങനെയായിരുന്നു? കൊച്ചിലെ സത്സംഗമുള്ള ആളായിരുന്നു അദ്ദേഹം. പിന്നെ ഉപനയന കർമ്മങ്ങളൊക്കെ ചെയ്ത് ഒരു ബ്രാഹ്മണനായി ആ വൃത്തിയിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. കാലക്രമത്തിൽ അദ്ദേഹം വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന് അനുയോജ്യയായ ഒരു വധുവായിരുന്നു, അവർക്ക് മക്കളുണ്ടായി. ഇതൊക്കെ ശരിയാണ്. അത് കഴിഞ്ഞിട്ടാണ് ആ വേശ്യാസ്ത്രീയുമായിട്ട് ബന്ധമുണ്ടാകുന്നത്. ആ സത്സംഗം മാറി ദുസ്സംഗമായപ്പോൾ തൊട്ട് അധപതനം തുടങ്ങി. അതൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അത് അങ്ങനെ എന്ത് പറ്റിയ അവസാനം ഈ അതായത് ധർമ്മദേവൻ്റെ ദൂതന്മാരെ കണ്ടപ്പോൾ ഉറക്കെ നിലവിളിച്ചു. എന്താ വിളിച്ചത്? അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രനായി അങ്ങർക്ക് വാത്സല്യം കൊണ്ട് ആ പുത്രൻ്റെ നാമം എപ്പോഴും നാവിലുണ്ട്. എന്തുകൊണ്ടാണ്? ആ പുത്രനോടുള്ള സ്നേഹം കൊണ്ട്. അത് തന്നെയുള്ളൂ നമ്മളും പറയുന്നത്, ഭഗവാനോടുള്ള സ്നേഹം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. നാവിലെപ്പോഴും ഭഗവാന്റെ നാമം വരും. അപ്പോൾ നാരായണ എന്നൊരൊറ്റ വിളി ഇവരെ കണ്ടപ്പോൾ പേടിച്ച് വിളിച്ചു. ആഹവാദ് ആകുലേന്ദ്രിയക. വിളിച്ചത് എങ്ങനെയാ? ആകുലേന്ദ്രിയ, ആകുലമായ മനസ്സോടെയാണ് വിളിച്ചത്. പേടിച്ചരണ്ടാണ് വിളിച്ചത്. ആ വിളിയിലും ഒരു പ്രാധാന്യമുണ്ട്. പാഞ്ചാലി വിളിച്ച വിളിയും ആകുലാദ ആഘവേന്ദ്രിയായിരുന്നു. ആകുലാദ ആഘവേന്ദ്രിയ. അപ്പം ആകുലമായ മനസ്സോടു കൂടിയാണ് വിളിച്ചത്. ആഹവാദ് ആകുലേന്ദ്രിയ. അപ്പോൾ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു. അത്രയും നേരം പാഞ്ചാലിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ല. പക്ഷേ ആ വിളി അത്രയ്ക്ക്
തൻ്റെ മനസ്സിൽ തനിക്ക് കൊള്ളുന്നതായിരുന്നു ആ വിളി. ഭഗവാനെ തന്നെ വിളിക്കുന്നത് അത്രയ്ക്ക് ആകുലപ്പെട്ടാണെന്ന് മനസ്സിലായപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെടാതിരിക്കാൻ പറ്റിയില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഭഗവാൻ ഭക്തപരാധീനനാണ്. നമ്മളെ പോലെയുള്ളവരുടെ നമ്മൾ ആകുലമായിട്ടാണ് ഭഗവാനോട് ആവശ്യപ്പെടേണ്ട, നമ്മൾ ഭജിക്കുന്നതെങ്കിൽ നമ്മുടെ കൂടെ ഭഗവാനുണ്ട്, നമ്മുടെ ഒരു കൈ ഭഗവാൻ പിടിച്ചിട്ടുണ്ടെന്ന് ധൈര്യമായിട്ട് വിശ്വസിക്കണം. എങ്കിലേ അത് വരുള്ളൂ കേട്ടോ. നമുക്ക് സ്നേഹം വേണം. ആ സ്നേഹമാണ് ഞാനെപ്പോഴും ഭക്തി എന്ന് പറയുന്നതിന് ഞാൻ സ്നേഹം എന്ന് തിരുത്തുന്നു കേട്ടോ. എപ്പോഴും ആ സ്നേഹം നമുക്ക് ഭഗവാനോടുണ്ടെങ്കിൽ നമ്മളോട് ഇങ്ങോട്ടും ഉണ്ടാകും. അപ്പോൾ ഈ അജാമിളൻ വിളിച്ചതും ആകുലപ്പെട്ടാണ് വിളിച്ചത്. അപ്പോൾ എന്നെ എന്ത് ചെയ്തു, ഈ കുട്ടി ഓടി വരുന്നതിന് പകരം ആരാ വന്നത് അവിടെ? ഭഗവാൻ പറഞ്ഞു, എന്നെ ആരോ വിളിക്കുന്നു, വളരെ ദയനീയമായിട്ട് അത്ര അത്യാപത്തിൽപ്പെട്ടിരിക്കുന്ന ഒരാളാണ് വിളിക്കുന്നത്. ദൂതന്മാരെ പാർഷദന്മാരെ നിങ്ങൾ അങ്ങോട്ട് പോകുവിന്ന്. അപ്പോൾ അങ്ങനെയാണ് ആ പാർഷദന്മാർ അവിടെ എത്തിയത്. മഹാവിഷ്ണുവിൻ്റെ അതേ രൂപത്തിലാണ് പാർഷദന്മാരുടെയും രൂപം. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വന്ന് സ്തുതിക്കാനൊക്കെ ഇത് കണ്ടപ്പം അജാമിളന് സമാധാനമായി. അത് കഴിഞ്ഞ് ധർമ്മദേവൻ്റെ ദൂതന്മാരും പാർഷദന്മാരും വിഷ്ണു പാർഷദന്മാരുമായിട്ടൊരു സംവാദമുണ്ട്. അത് നമ്മുടെ നാരായണീയത്തിൽ വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ പറയുന്നത് അവർ തമ്മിലൊരു തർക്കം നടക്കുക. നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന്, ഞങ്ങളുടെ ജോലി മുടക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ പറയില്ല, ഞങ്ങളുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് സ്ഥാനമില്ല. അതുകൊണ്ട് ഭഗവാനുള്ള സ്ഥലത്ത് മഹാവിഷ്ണുവിൻ്റെ ആ മോക്ഷം കൊടുക്കാൻ അർഹനായിട്ടുള്ള ആ ത്രിമൂർത്തികളിൽ ആരുടെയെങ്കിലും സാന്നിധ്യമുള്ളിടത്ത് ഈ കാലദൂതന്മാർക്ക് യമദൂതന്മാർക്ക് അവിടെ ഒരു കാര്യവുമില്ല. നിങ്ങളതുകൊണ്ട് വേഗം പൊക്കോ, സ്ഥലം വിട്ടോളാൻ പറയും. അങ്ങനെയാണ് അജാമിളൻ രക്ഷപ്പെടുത്തി. മൂലം ഭാഗവതത്തിൽ പറയുന്നത് അന്ന് അങ്ങനെ രക്ഷപ്പെടുത്തി അദ്ദേഹത്തിനോട് ഇവിടെ പോയി തപസ് ചെയ്യാനായിട്ട്, വീണ്ടും തപസ് ചെയ്ത് ഇത് ബദരീനാഥിൽ പോയി തപസ് ചെയ്ത് വീണ്ടും കുറച്ചു കാലം തപസ്സിനായി ജീവിച്ചതിന് ശേഷം ഞങ്ങൾ വന്ന് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത്. സമയമാകുമ്പോൾ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു പോയി. പിന്നീട് ആ കാലഘട്ടത്തിൽ അദ്ദേഹം അങ്ങനെ ജീവിച്ചു. അവർ വിഷ്ണു പാർഷദന്മാരാൽ പറയപ്പെട്ടതുപോലെ അനുസരിച്ച് ജീവിച്ച് സ്വർഗം പോയി, അതായത് വൈകുണ്ഠലോകം എത്തി എന്നാണ് പറയുന്നത്. നമ്മളുടെ കിളിപ്പാട്ടിനകത്ത് പറയുന്ന അപ്പോൾ തന്നെ അത് സംഭവിച്ചു വന്നു. അത് രണ്ടാണെങ്കിലും അദ്ദേഹത്തിന് മോക്ഷം ലഭിച്ചു. എന്ത് വിളിച്ചുകൊണ്ട്? നാരായണ എന്ന് വിളിച്ചുകൊണ്ട്. അത് എന്തുകൊണ്ടാണ് വിളിച്ചത്? തൻ്റെ ഇളയ മകൻ്റെ പേര് അങ്ങനെ ആയതുകൊണ്ട്. ഇളയ മകൻ്റെ പേര് അങ്ങനെ ആയത് എന്തുകൊണ്ടാണ്? അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം, അതായത് 70 വയസ്സ് കഴിഞ്ഞ് മതിയോ, അതിന് മുമ്പ് വേണോ എന്നുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം കിടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇളയ പുത്രന് പൂർവ്വ ആശ്രമത്തിലെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് താൻ നിരന്തരം ചെയ്തു വന്നിരുന്ന ആ സത്കർമ്മത്തിൻ്റെയും പിന്നെ സത്സംഗത്തിൻ്റെയും ഫലമായിട്ട് ആ നാരായണ എന്നുള്ള നാമം തൻ്റെ മനസ്സിൽ വന്ന് ഈ പുത്രന് നാരായണ എന്ന് നാമകരണം ചെയ്യാമെന്ന് ഓർത്തത് കൊണ്ട്, അല്ലേ? ആ പുത്രന് നാരായണ എന്നുള്ള നാമമല്ല വേറെ ഉള്ള ഒരു പേരായിരുന്നെങ്കിൽ, ദുഷ്ടനായിട്ടുള്ള ഒരാളിൻ്റെ പേര്, ദുഷ്ടതയുള്ളതോ വേറെ എന്ത് പേരാണെന്നെങ്കിലും ഈ അനുഗ്രഹം അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. ആ ഇളയ മകനെ വിളിക്കും, ആ ആളിൻ്റെ പേര് വിളിച്ചല്ലേ, ആകുലപ്പെട്ട് തന്നെ വിളിക്കും. അപ്പോൾ പിന്നെ നാരായണന് പ്രത്യക്ഷപ്പെടാൻ പറ്റില്ല. നാരായണ എന്ന് വിളിച്ചുകൊണ്ടാണ് നാരായണൻ പ്രത്യക്ഷപ്പെട്ടത്. നാരായണൻ്റെ ദൂതന്മാർ പാർഷദന്മാർ അവിടെ എത്തിയത്. അങ്ങനെയൊരു വിഷയം, അതൊരു പ്രധാന കാര്യമാണ്, അല്ലേ? അതാണ് നമ്മൾ ആദ്യമായിട്ട് ഓർക്കേണ്ടത്. ഈ അജാമിള കഥയാണ് എല്ലാവരും കോട്ട് ചെയ്ത് പറയുന്നത്. അപ്പോൾ ചെയ്താൽ പോരെയെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാകണമെങ്കിൽ ചെറുപ്പത്തിലേ അത് ഉണ്ടായിരിക്കണം. ആ ഒരു വാസനയെങ്കിലും ഉണ്ടായിരുന്നാലേ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ കഴിവതും എപ്പോഴും നാമം ജപിക്കുകയും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുക. അതിനൊക്കെ അതിന് കാര്യങ്ങളുണ്ട്. പണ്ടുള്ളവരും അങ്ങനെ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. നമ്മൾ കുഞ്ഞു കുട്ടികൾ തുമ്മുകയൊക്കെ ചെയ്യുമ്പോൾ, എന്തെങ്കിലും വായക്കട്ടം വിടുക, തുമ്മുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹരേ കൃഷ്ണ എന്ന് പറയും, അല്ലേ? എന്തിനങ്ങനെ പറയുന്നത്? കൊച്ചുകുട്ടിയാണ്, അതിനൊന്നും അറിയാൻ വയ്യാത്ത ഒരു 3 മാസത്തിന് മുമ്പ് തൊട്ടേ, ജനിച്ചപ്പോൾ തൊട്ടേ ആദ്യമായിട്ട് തുമ്മുമ്പോൾ പോലും നമ്മൾ ഹരേ കൃഷ്ണ എന്ന് പറയും കുഞ്ഞിനോട്, അല്ലേ? ഹരികൃഷ്ണ എന്ന് പറയും. എന്തിനാ അങ്ങനെ പറയുന്നത്?
ആ കുഞ്ഞിൻ്റെ ചെവിയിൽ കേൾക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട്, ആ ജനിച്ച് വീണപ്പോൾ തൊട്ട് ആ നാമം കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പം നമ്മളും നമ്മളറിയാതെ തന്നെ നമ്മളും ഇപ്പോൾ തുമ്മുമ്പോൾ മനസ്സിൽ പറയാറില്ലേ, ഉറക്കെ പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ പറയാറുണ്ട് ഹരികൃഷ്ണ എന്ന് പറയാറുണ്ട്. എന്തോ അങ്ങനെ ഒരു നമ്മളുടെ ശരീരത്തിന് വരുന്നൊരു ചെറിയ വേരിയേഷൻ, ചെറിയൊരു ഇതാണ് ഈ തുമ്മലെന്ന് പറയുന്നത്. അതിൻ്റെ സമയത്ത് നമ്മൾ നാരായണ എന്ന് വിളിക്കുകയാണെങ്കിൽ, ഹരിയുടെ നാമം ഉച്ചരിക്കുകയാണെങ്കിൽ, നമ്മളുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രാണൻ പോകുന്ന സമയത്ത് നമ്മൾ ആ നാമം ഉച്ചരിക്കും അറിയാതെ, അല്ലേ? അറിയാതെ നമ്മൾ ഓർത്തോണ്ടല്ല, അപ്പം നമ്മൾ അറിയാതെ തന്നെ വിളിക്കുന്നുണ്ട് സത്യത്തിൽ നാരായണനെ. അപ്പം നമുക്കതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ എപ്പോഴും നാരായണ സ്മരണ ഉണ്ടാകുകയില്ലേ, ഹരിസ്മരണ ഉണ്ടാകുകയില്ലേ? അതാണ് ചോദ്യത്തിൻ്റെ അവസാന ഭാഗം, ഉത്തരത്തിൻ്റെ അവസാന ഭാഗം. കൂടുതൽ നേരം നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട്, ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുകയാണെങ്കിൽ ഈ പേര് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കും. ഒരു ചെറിയ ഭാവമാറ്റം ശരീരത്തിന് വരുന്നതാണ് ഈ തുമ്മൽ, വായിക്കോട്ട, അങ്ങനത്തെ ഒക്കെ വരും. ഹരികൃഷ്ണ എന്ന് പറയുകയാണെങ്കിൽ ആ ഏറ്റവും ആകുലപ്പെട്ട സമയത്ത്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കും, പറഞ്ഞു പോകും ഉള്ളിലെങ്കിലും. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. കൊണ്ട് ഈ ഇത് ആധ്യാത്മിക വിദ്യ എന്താണെങ്കിലും, എന്തെങ്കിലും എന്തോ ആയിക്കോട്ടെ, പല 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 കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് പല പല ദേവന്മാരെക്കുറിച്ച്, ദേവിമാരെ എല്ലാം അതിന് അവസാനം എന്നെത്തി നിൽക്കുന്ന എന്താ, ആധ്യാത്മിക വിദ്യ എന്നുള്ള ഒറ്റ ഇതിലാണ് വന്ന് നിൽക്കുന്നത്. എല്ലാം ഒന്നാന്നുള്ളതും അറിഞ്ഞു വരുമ്പോൾ നമുക്ക് പലതിനോട്ടുള്ള പോക്ക് നമുക്ക് കുറഞ്ഞു വരും. അത് കഴിഞ്ഞ് നമ്മൾ ഒന്നിൽ അങ്ങ് ഏകാഗ്രമായിട്ടിരിക്കും. ഏതെങ്കിലും ഒരു ഈശ്വരനിൽ നമ്മളങ്ങ് പൂർണ്ണമായിട്ട് ശരണാഗതി പ്രാപിക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ കൂട്ടത്തിലുള്ളത് തന്നെയാണ്, അല്ലേ? ചോറും കറികളും എന്നാണ് പറയുന്നത്. ചോറുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കറികളും സ്വാഭാവികമായിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ എല്ലാം നമ്മുടെ ചുറ്റിനും ഉണ്ട്, എല്ലാ ഈശ്വരന്മാരും. അതിപ്പോൾ ഏത് ഈശ്വരനാണെങ്കിലും ഒന്നിനെ നമ്മൾ പ്രധാനമായിട്ട് വെച്ചാൽ മറ്റുള്ള ഈശ്വരന്മാർ അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അങ്ങനെയാണല്ലോ നമ്മുടെ കഥകളിൽ പറയുന്നത്. ഏതെങ്കിലും ഒരു നല്ല കാര്യം നടക്കുന്നിടത്ത് ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തിയെന്ന് പറയും. അപ്പോൾ അതിനകത്ത് എല്ലാവരും വന്ന് പുഷ്പവൃഷ്ടി നടത്തുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഉണ്ട് കൂട്ടത്തിൽ. അങ്ങനെ തന്നെ വിചാരിക്കുക. നമ്മളൊരു ആളിനെ മാറ്റിക്കളയണ്ട, ദൈവം സഹായിച്ചെന്ന് നമ്മൾ പറയും. ഗ്രാമ്യ ഭാഷയിൽ നമുക്ക് ഈശ്വരന്മാർക്ക് ഒരു കുറവുമില്ല, ഇഷ്ടം പോലെയുണ്ട്. ഏതെങ്കിലും ഒന്ന് നമ്മൾ പൂർണ്ണമായിട്ട് അങ്ങ് എടുക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാകാനായിട്ട് ശ്രമിക്കുക. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ നാമങ്ങൾ ഇഷ്ടം പോലെ വരും. ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ ആണെങ്കിൽ അഷ്ടോത്തരം തൊട്ട്, മഹാവിഷ്ണുവിൻ്റെ അഷ്ടോത്തരം, പിന്നെ അതിൻ്റെ തന്നെ സ്തോത്രമുണ്ട്, നാമാവലിയുണ്ട്. പിന്നെ ശ്രീകൃഷ്ണ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ, 10 അവതാരങ്ങൾക്കുള്ള അഷ്ടോത്തരമുണ്ട്, സഹസ്രനാമമുണ്ട്. വിഷ്ണു സഹസ്രനാമം മുഴുവൻ കിടക്കുന്നു. പിന്നെ ദേവിയാണെങ്കിൽ ദേവി ഭാഗവതം മുഴുവനുണ്ട്, ദേവി മഹാത്മ്യമുണ്ട്, ദേവിയുടെ പിന്നെ ലളിത സഹസ്രനാമമുണ്ട്, ദുർഗാ നാമം ഉണ്ട്. അതുപോലെ ദുർഗാശീലി എന്ന് പറയും, ആ മഹാലക്ഷ്മി അഷ്ടകമുണ്ട് എന്ന് വേണ്ട ഇഷ്ടം പോലെ ദേവിയെക്കുറിച്ച്, മഹാവിഷ്ണുവിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനും വായിക്കാനും അറിയാനുമുള്ള ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അതിനകത്ത് ചിന്തിക്കുമ്പോൾ നമ്മളുടെ ഈ വികലമായ മറ്റുള്ള ചിന്തകൾ കുറയും. അതാണ് ഏറ്റവും അത്യാവശ്യം. അത് നമ്മുടെ യൗവനത്തിൽ തുടങ്ങണം. യൗവനത്തിലെങ്കിലും എന്ന് വെച്ചാൽ ഗൗരവമായിട്ട് ചെറുതിലെ നമ്മളിങ്ങനെ പറഞ്ഞ് പോവുക, കീർത്തനങ്ങൾ പാടിപ്പോവുക, കൃത്യമായിട്ട് രാമായണം വായിക്കുക, അതൊക്കെ മതി. അതുണ്ടെങ്കിൽ നമുക്കൊരു ഇളവ് കിട്ടും, നമുക്കൊരു സമയം കിട്ടുമ്പോൾ, നമുക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടുമ്പോൾ, കുട്ടികളൊക്കെ ഒന്ന് വലുതായ പ്രായമായി കഴിയുമ്പോൾ നമുക്ക് ഞാൻ നോക്കിയിട്ട് ഒരു 40s 40 വയസ്സിനോടടുത്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 60 വയസ്സ് വരെ എത്തുമ്പോഴത്തേക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് ആകാനോ, എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കാനോ, മറ്റേത് പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ്? കുഞ്ഞിലേ അത് അറിഞ്ഞു കിട്ടില്ല. അതുകൊണ്ട് അപ്പം നമ്മുടെ മാതാപിതാക്കൾക്ക് എന്തോ കാരണവശാൽ നമ്മൾക്കത് തരാൻ പറ്റിയില്ല. ഇപ്പം നമ്മൾ മാതാപിതാക്കളായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമുക്കത് കൊച്ചുമക്കൾക്കോ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു തെറ്റുമില്ല. അവരിത് പഠിച്ചിരിക്കണം. ഇപ്പം നമ്മുടെ കൊച്ചുമക്കളുടെ കാര്യം എടുത്തോ, ഇച്ചിരിയെങ്കിലും നമ്മൾ അവരെ പഠിപ്പിച്ചിരിക്കും. നമുക്ക് പറ്റുന്നതേ ഉള്ളൂ, അല്ലേ? നമ്മളെ പോലെ പ്രായമുള്ളവർക്ക് പറ്റുന്ന ഒരു കാര്യം നമ്മുടെ കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. അവരെ ഇത് പഠിപ്പിച്ചിരിക്കുകയാണെങ്കിൽ അവരുടെ സംസ്കാരം അതങ്ങനെ ആയിരിക്കും. അവർ കുറേ കഴിയുമ്പോൾ ഇത് വിട്ടോട്ടെ, അവരുടെ പഠനകാലത്തോ അവരുടെ ഉദ്യോഗ സമയത്തോ അവർ വിട്ടോട്ടെ. പക്ഷേ ആ സംസ്കാരം അവിടെ കിടക്കും. അവരൊരു 40 വയസ്സ് കഴിയുമ്പോൾ അവർ വീണ്ടും ഇതൊക്കെ പതുക്കെ പൊടി തട്ടിയെടുത്ത് തുടങ്ങിക്കോളും. നമ്മുടെ മക്കൾക്ക് നമ്മളേതായാലും നമ്മൾ കൊടുത്തിട്ടുണ്ട് കുറേയൊക്കെ. അതുകൊണ്ട് നമുക്കത് നിരാശപ്പെടേണ്ട വരില്ല. ഒരു 40 വയസ്സ് കഴിയുമ്പോൾ അവരും പതുക്കെ ഇത് പുസ്തകങ്ങളൊക്കെ എടുത്ത്, അല്ലെങ്കിൽ നമ്മളത് ചെയ്യുന്ന കാണുമ്പോഴെങ്കിലും അമ്മ പണ്ട് പറഞ്ഞു തന്ന അമ്മയ്ക്കും നേരമില്ല, അമ്മ ഇപ്പം ഇത് വളരെ സജീവമായിട്ടിരിക്കുക, എന്നാൽ ഞാനും അതിൻ്റെ കൂടെ ഒന്ന് പോയേക്കാമെന്ന് വെച്ച് നമ്മുടെ മക്കളും അതിൻ്റെ കൂട്ടത്തിൽ വന്നോളും. എൻ്റെ ഒരു അനുഭവവും എൻ്റെ വിശ്വാസവും അങ്ങനെയാണ്. അത്
അങ്ങനെ അങ്ങ് അത് ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഒരാളിൻ്റെ ചോദ്യത്തിനൊരു ഉത്തരമായത് കേട്ടോ. രാജി ഈ ഒരു കാര്യം ചെയ്യുക. ഞാൻ എൻ്റെ അനുഭവമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാജി സ്വന്തം അനുഭവമായിട്ട് പറഞ്ഞ് രാജിക്ക് എന്തോ കുറിപ്പ് എഴുതാനാണെന്ന് തോന്നുന്നു എന്നോട് ഇങ്ങനെ ചോദിച്ചിരുന്നു. ഹരിയോ